ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ബൂത്ത് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യും. മൺഡേത്തേക്കുള്ള അനലൈസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിതിനകത്ത് ചെയ്യുന്ന അനലൈസിസ് ആൻഡ് ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ബി സേഫ്ലി ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ലേണിംഗ് ആണ് മസ്റ്റ്. ആക്ച്വലി മാർക്കറ്റിൽ ടോപ്പ് ക്ലാസ് ട്രാപ്പിംഗ് ആണ് നടക്കുന്നുള്ളൂ, എനിക്കത് പറയാനുള്ളൂ മെയിനായിട്ട്. സോ നമ്മൾ ഫസ്റ്റ് ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ഞാൻ ഈ ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓവറോൾ ഈ ലെവൽസാണ് ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോ, ഇന്നലത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ചേഞ്ചസ് വരുത്തില്ല, ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു മെഗാഫോൺ റെഡിയാണ്. മെഗാഫോണിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പറയാം ഇത് കറക്റ്റാണോ ഇല്ലയെന്ന്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ഒരു സ്റ്റോപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ഏരിയ ഫുൾ ഇതാണ് 26,350 ആണ്. സോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, മാർക്കറ്റിൽ ഇപ്പോൾ ഇനി വീണ്ടും താഴേക്ക് വന്നാൽ ഓവറോൾ സ്ട്രക്ചർ ഇതുവരെ ബുള്ളിഷാണ്. റീസൺ, മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ സപ്പോസ് ഈ ഒരു ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ നിന്ന് ഒരു ഹൈ അടിച്ചു, ലോ അടിച്ചു, ദെൻ ഒരു ഹൈ. ഓക്കെ, ദെൻ ഒരു ഹൈ അടിച്ചേക്കാനാണ്. വീക്ക്നെസ് എപ്പോഴാണ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ 25,850 ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ബിയറിഷ്നെസ് തുടങ്ങുകയുള്ളൂ. ബിയറിഷ്നെസ് അല്ല, മീൻസ് ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ കാണുകയുള്ളൂ. ഓക്കെ, സോ ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇതാണ് നമ്മുടെ ഈ ഒരു ലെവൽ 25,880 ആണ് വരുന്നത്. ഓക്കെ, യെസ് 880 ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് ഒരു ഫ്രഷ് ഈ ഒരു റാലി തുടങ്ങിയത്. കണ്ട ഇവിടെ നിന്ന് പ്രൈസ് കണ്ടോ, ഇവിടെ കൺസോളിഡേഷൻ ചെറുതായിട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നു. പിന്നെയാണ് ഗ്രീൻ ക്യാൻഡിൽ കണ്ട നല്ലൊരു ഹെൽത്തി ഗ്രീൻ ക്യാൻഡിൽസ് ആണ് പിന്നെ അങ്ങോട്ട് ജനറേറ്റ് ആയത്. സോ ഈ ഒരു ലെവൽ മെയിനാണ് എൻ്റെ ഒരു ഇതനുസരിച്ച്, നമ്മുടെ ഒരു കണക്കനുസരിച്ച് എന്ന് പറയാം 25,880 or 85. ഓക്കെ, റൗണ്ട് നമ്പർ 80 ആക്കിക്കോ, 25,080. ഓക്കെ, അപ്പോൾ അതുവരെ പ്രൈസ് മറ്റേ ബൈ ആൻഡ് ഡിപ്പ് ആയിരിക്കുള്ളൂ, ബുള്ളിഷ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇനി ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ 50 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ 50 മിനിറ്റ്സ് ചാർട്ടാണ്. യെസ്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു പിൻവാറുടെ വീണ്ടും ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, 5 മിനിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ പ്രൈസ് ഇവിടെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ ട്രെൻഡ് ലൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ആ ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് ഇന്ന് വരച്ചേക്കുന്നു കേട്ടോ, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ 5 മിനിറ്റ്സിൽ ഇത് ഇങ്ങനെ ഒരു വരുന്നുണ്ട്. സോ ഒരു പാറ്റേൺ അവിടെ വീണ്ടും ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു പാറ്റേൺ വീണ്ടും ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി സപ്പോസ് മൺഡേ നമ്മൾ OI ഡാറ്റ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇൻ ഫ്യൂച്ചർ ഞാൻ ഇൻ ഫ്യൂച്ചർ പറ്റുവാണെങ്കിൽ OI ഡാറ്റയുടെ അനാലിസിസ് കൂടി ഷെയർ ചെയ്യാൻ തുടങ്ങാം. റീസൺ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെവൽ കറക്റ്റായിട്ട് സ്മൂത്ത്ലി മനസ്സിലാവും. ആക്ച്വലി യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, പിക്ചർ ക്ലിയർ ചെയ്യുന്നില്ല, എനിക്കത് പറയാനുള്ളൂ. റീസൺ, നമ്മുടെ നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും പ്രീമിയംസ് പ്രീമിയം വെച്ചിട്ട് നമുക്ക് ശരിക്കും ഇൻഡെക്സിൻ്റെ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാരും ഇതുവരെ ഞാൻ ഒത്തിരി നോക്കി, ഞാൻ വീഡിയോസ് ആരും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അതൊരു ഇച്ചിരി ടഫ് ടോപ്പിക്കാണ്. അത് ഇൻ ഫ്യൂച്ചർ ഞാൻ ആ വീഡിയോ ഫുള്ളുണ്ടാക്കാം. ഞാൻ ഓരോരോ ലെവൽ വരുമ്പോഴത്തേക്ക് ഷെയർ ചെയ്യാം ആ ഒരു വീഡിയോ. ഓക്കെ, സോ അത് ആക്ച്വലി നല്ലൊരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് വെച്ചാൽ ഓപ്ഷൻ ബയേഴ്സിന് അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രീമിയം ഉണ്ടല്ലോ, പ്രീമിയമിൻ്റെ ബേസിൽ നമ്മുടെ സ്പോട്ടിൻ്റെ ലെവൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ലൈവ് മാർക്കറ്റിൽ പക്ഷെ മാറിക്കൊണ്ടിരിക്കും. സോ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ലൈവ് ട്രേഡർ അല്ലല്ലോ, ഞാൻ ചെയ്യാറില്ല.
സോ ലൈവ് മാർക്കറ്റിൽ ഇത് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോർട്ട് ലെവൽ ഇതല്ല, മാറി. മനസ്സിലായോ? ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ സപ്പോർട്ട് ലെവൽ കൊടുത്തിട്ട് 26,090 ആണ്. സോ ലൈവ് മാർക്കറ്റിൽ പ്രീമിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സപ്പോർട്ട് ലെവൽ അതല്ല, 26,108 ആയി 108 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് യൂട്യൂബേഴ്സ് ആരൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യേണ്ടതാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ഓപ്ഷൻ ബയേഴ്സാണ്, എല്ലാവരും ചെറിയ ഫണ്ട് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യണത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും കൂടി ഞാൻ ഷെയർ ചെയ്യാം വീഡിയോ. ഇൻ ഫ്യൂച്ചർ സമയമെടുക്കും, കാരണം ആക്ച്വലി അതൊരു വലിയ കാൽക്കുലേഷനാണ്. ആ വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് എത്ര സമയം വേണം, ഇതെല്ലാം നമുക്ക് പിന്നെ നോക്കാം. സോ മൺഡേ ഇനി ഈ ഒരു ട്രയാങ്കിൾ ടൈപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ടായി. ട്രയാങ്കിൾ ടൈപ്പ് ഓർ പീനൻ്റാണ് ഓവറോൾ. ഇത് കണ്ടോ? ഓക്കെ, ബട്ട് ചെറിയ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ ഇവർ ഇവിടെ സപ്പോർട്ട് എടുത്തു. ദെൻ പെർഫെക്റ്റ്ലി ഈ റെസിസ്റ്റൻസ്, ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ റെസിസ്റ്റൻസ് ഇത് ഞാൻ റെഡ് ആക്കാം. അപ്പോൾ കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആവും. ഓക്കെ, റെഡ് ഓർ ബ്ലൂ ആക്കി, വേറെ ഡിഫറെൻറ്റ് കളർ വൈറ്റ് ആക്കി. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി മൺഡേ ഇൻ കേസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പ്രീമിയമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പ്രീമിയം ചാർട്ടിൻ്റെ. സോ നമ്മുടെ ഇന്ത മണി ചാർട്ടിൻ്റെ പ്രീമിയം ഇപ്പോൾ 26,100 പ്രീമിയം ചാർട്ട് എടുക്കുക. അതിൽ ബ്രേക്ക് ഔട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാറ്റേൺ, സെയിം ഈ പാറ്റേൺ കിട്ടണമെന്നില്ല. പ്രീമിയം ചാർട്ടിൽ പ്രീമിയം മെൽറ്റ് ആകുമ്പോഴത്തേക്ക് പ്രീമിയമിൻ്റെ ഇതെല്ലാം കൂടി മാറും, പാറ്റേൺസൊക്കെ മാറും. ഇപ്പം സപ്പോസ് ഇതിനായിട്ട് ട്രയാങ്കിൾ പാറ്റേൺ ആണെങ്കിൽ അതിൽ ചാനലോ അല്ലെങ്കിൽ വേറെ സ്ക്വയറോ ബോക്സ് ടൈപ്പോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടാവും അതിനകത്ത്. മനസ്സിലായോ? ഈ സെയിം പാറ്റേൺ ഉണ്ടാവണമെന്നില്ല. പ്രീമിയം മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളത് ചിന്തിക്കുക, പ്രീമിയം മെൽറ്റ് ആകുമ്പോൾ പ്രീമിയമിൻ്റെ പാറ്റേൺ മാറുമല്ലോ. മനസ്സിലായോ? സോ അത് നമ്മുടെ അവിടെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസിലി അതിൻ്റെ ഈസിലി നമുക്ക് എൻട്രി ഈസിലി മനസ്സിലാകും. എങ്ങനെയാണ് അതിൻ്റെ എൻട്രി? ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. സോ മുകളിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല. മനസ്സിലായോ? സ്ട്രക്ചർ ബുള്ളിഷ് ആകുമ്പോഴത്തേക്ക് ബുള്ളിഷാണല്ലോ. സോ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നിലവിൽ ഇത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ സഡൻ മുകളിലെ റെസിസ്റ്റൻസ് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, 26,300. കാരണം 200 ഇപ്പോൾ റൈറ്റേഴ്സ് ഇരിക്കുന്നത് എവിടെ ആയിരിക്കും? 26,200 പ്രൈസ് ക്ലോസ് ആയത് ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ്. ഇനി മൺഡേ സപ്പോസ് ചെറിയൊരു ഫ്ലാറ്റ് ടു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓക്കെ 26,200 അബവ്. സോ റൈറ്റേഴ്സ് ഓൾറെഡി ആക്റ്റീവ് ആണല്ലോ. മനസ്സിലായി? 26,200 അവർ ഇരിക്കുന്ന റൈറ്റേഴ്സ് ആക്റ്റീവ് ആണല്ലോ. സോ സഡൻ ഒരു ഷോർട്ട് കവറിങ് പോലെ കാണും. അത് നേരെ പ്രൈസ് 26,300 ടു ഈ 350 ആ റേഞ്ചിൽ കൊണ്ടുപോകും. കാരണം വേറെ ഇടയിൽ വേറെ നമ്പർ ഇല്ലല്ലോ. 26,250 അങ്ങനെ കാര്യമായിട്ട് റൈറ്റിംഗ് അവർ ചെയ്യില്ല. സപ്പോസ് മൺഡേ നമ്മൾ ലൈവ് മാർക്കറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓപ്പണിംഗ് ആകുമ്പോഴത്തേക്കാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഐ ഫീൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ സഡൻ പ്രൈസ് പിന്നെ ജമ്പ് ചെയ്യും. നമ്മൾ നോക്കിയിട്ട് വേണം. ജസ്റ്റ് ഒരു പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇനി ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ദെൻ പ്രൈസ് നേരെ താഴേക്ക് വരും. നമ്മുടെ ഈ ഒരു ഏരിയയിൽ 26,000 നമ്മുടെ ഈ സപ്പോർട്ട്സാണ് 86 ആൻഡ് ദെൻ 26,030 ഈ പിൻബാറിൻ്റെ ലോ. ഓവറോൾ മാർക്കറ്റിൽ ലോജിക്കലി ട്രേഡ് ചെയ്യണം. കാര്യമായിട്ട് ട്രേഡ് ഇപ്പോൾ ഒന്നും കിട്ടണേ ഇല്ല. ഇന്ന് ക്ലിയർ ഞാൻ പറയാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ഐ തിങ്ക് നിങ്ങൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് നോക്കുകയാണെങ്കിൽ മീൻസ് ഫ്രൈഡേ മാർക്കറ്റിൽ ഒന്നും നടക്കത്തില്ല. ചെറിയ ട്രേഡ് മാത്രമേ കിട്ടുകയുള്ളൂ. തട്ടിമുട്ടി അത് ഐ തിങ്ക് ഓവറോൾ മറ്റേ റീറ്റെയിലേഴ്സിൻ്റെ മാർക്കറ്റായിരിക്കും ഞാൻ എടുത്ത് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം ഇപ്പോൾ ഇവിടെ അന്ന് നമ്മുടെ തേഴ്സ്ഡേ ഇത്ര വലിയ മൂവ് കിട്ടി. സോ പിറ്റേ ദിവസം എല്ലാവരും ഗ്യാപ്പ് അപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തിട്ട് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? ബൈ ചെയ്യും. അപ്പോൾ അവരുടെ പ്രീമിയം തിന്നാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? സൈഡ് ബസ് ആക്കും. ഇനി മൺഡേ നമുക്ക് നോക്കാം. മൺഡേ ചിലപ്പോൾ കാരണം ഇത്ര സൈഡ് ബസ് ആക്കിയല്ലോ മൺഡേ. സോ ഒരു ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ചെറിയൊരു പോസിറ്റീവ് ഒരു ഗ്യാപ്പ് അപ്പ് ആക്കുകയാണെങ്കിൽ നേരെ പ്രൈസ് മുകളിലേക്ക് അടിച്ച് കയറ്റി കൊണ്ടു. ആ റെസിസ്റ്റൻസ് ആണ് പിന്നെ മുകളിൽ കാണുന്ന റെസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിലത്തുള്ള ലെവൽസ് 26,300 350 അബവ് ഇനി പോവുകയാണെങ്കിൽ 400 450 ആൻഡ് 500 വരെ 50 പോയിൻറ്റ്സ് എങ്കിലും ട്രെയിൽ ചെയ്ത് വയ്ക്കാം. ബാക്കി താഴത്തെ സപ്പോർട്ട് ലെവൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മൺഡേ സപ്പോസ് ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാർക്കരുത്. റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ കേട്ടോ. കാരണം അപ്പം മൺഡേ വീണ്ടും സിങ്ക് ചെയ്യും പ്രൈസ്. മനസ്സിലായോ? ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്ലൂ കളറുടെ നമ്മുടെ അതും പിന്നെ ഇവിടുത്തെ ആ ഒരു നമ്മുടെ ഈ റെഡ് സോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഓവറോൾ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് 300 to 350 വരെ റെസിസ്റ്റൻസ് ആണ്. എന്താ റെസിസ്റ്റൻസ് എന്തിനാണ് അത് ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. അതിന് റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു പാറ്റേൺ പീനൻ്റ് പാറ്റേണിലേക്ക് മാറും. മനസ്സിലായോ? പീനൻ്റ് പാറ്റേണിലേക്ക് അത് പിന്നെ മാർക്കറ്റ് നമ്മൾ ട്രെൻഡ് ലൈനിങ് വരച്ച് വയ്ക്കാം.
ഓക്കെ. ഇനി യെസ്, പിന്നെ ഒരു കാര്യം കൂടി ഇനി പറയാനുള്ളത്, ലാസ്റ്റിൽ വോല്യൂം വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വോല്യൂമാണ് കണ്ടോ, നല്ല വോല്യൂം വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് വീക്ക്. നേരത്തെ ഇവിടെയാണ് നല്ലൊരു ഹ്യൂജ് വോല്യൂം വന്നു, പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഇനി ലാസ്റ്റിൽ വീണ്ടും ഒരു വോല്യൂം വന്നിട്ടുണ്ട്. 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഹാഫ് ആൻ അവറിലാണ് വോല്യൂം ചെന്നിട്ട്. നോക്കാം നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം എല്ലാവരും കൂടി. പിന്നെ വീക്കെൻഡ് തുടങ്ങിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ലേണിംഗ് വീഡിയോ ഞാൻ ഓർഡർ ഇടും, അത് മസ്റ്റായിട്ട് കാണണം. വെറൈറ്റി വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസ് അതുപോലത്തെ അല്ല എൻ്റെ വീഡിയോസ്, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യുള്ളൂ. ലോജിക് ആൻഡ് ടോപ്പിക് ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം, ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് കിടക്കാം. വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, സ്പീഡപ്പ് ഞാൻ പറയാം. യെസ്, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ P9 ആണ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു, ക്ലിയർലി ഞാൻ പറഞ്ഞായിരുന്നു. P9 പാറ്റേണിലാണ്, P9 പാറ്റേൺ പ്ലസ് ഈ സപ്പോർട്ട് സോൺ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ഫോളാണ്. 54,000 ചെറിയ സ്മോൾ സപ്പോർട്ട് ഞാൻ പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ബട്ട് അത് തന്നെ ഓപ്ഷൻ ബയേഴ്സ്ക്ക് അത് പിടിക്കാൻ പറ്റില്ല, കാരണം ഈസിലി കണ്ടോ ഇവിടെ ഒരുപാട് സമയം ഇവിടെ സസ്റ്റെയിൻ ആയി നമ്മൾ ഈ ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കണം, മുകളിലേക്ക് നോക്കുകയുള്ളൂ. ബട്ട് അത് താഴേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഓപ്ഷൻ ബയർ വലിയ കാര്യമായിട്ട് കിട്ടില്ല. ബട്ട് യെസ്, വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കാണുകയുള്ളൂ. കാരണം ഓപ്ഷൻ ബയേഴ്സിന് ഫാസ്റ്റ് ട്രേഡ് ആണ് വേണ്ടത്. ഈ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ അവർക്ക് മാത്രമേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. പിന്നെ കറക്റ്റ് ക്ലോസിങ് നമ്മുടെ ലെവലാണ് കണ്ടോ. ഞാൻ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതാ, നമ്മുടെ ഈ ഗ്രീൻ കാൻഡിലിൻ്റെ ലോ എക്സാക്റ്റ് അവിടെ. ഇപ്പോൾ ക്ലോസിങ് സപ്പോർട്ട് എല്ലാം അവിടെ തന്നെ എടുത്തേക്കുന്നത്. സോ ഈ ഫെർദർ ബിയറിഷ്നെസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബിയറിഷ്നെസ് കാണുകയുള്ളൂ. ഓക്കെ, ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കാണുന്നില്ല. യെസ്, നമ്മുടെ ലെവൽസ് ഇനി 50 മിനിറ്റ്സിൽ ഫസ്റ്റ് ലെവൽ സപ്പോർട്ട് ലെവൽ വരുന്നത് ഈ സെല്ലിംഗ് ജനറേറ്റ് ആയത് ലെവൽ, അത് സപ്പോർട്ട് ലെവലായിട്ട് മാറും കേട്ടോ. ഏതാ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഇവിടെ നിന്നല്ലേ സെല്ലിംഗ് ജനറേറ്റ് ആയത്, ഫ്രഷ് സെല്ലിംഗ്, അത് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. സോ 53,620 ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ ഈ ഫ്രഷ് ബൈയിങ് ജനറേറ്റ് ആയത് ഈ ക്യാൻഡിലെ ലോ, ഈ ഗ്രീൻ ക്യാൻഡിലെ ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിലെ ലോ 53,370. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി കാണുന്നുണ്ട്. റീസൺ എന്താ എന്ന് വെച്ചാൽ, ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ്, ഇത് ഹൈ അടിച്ചു, ദെൻ ഒരു ഹൈ, ദെൻ ലോ, ദെൻ ഹൈ. ഓക്കെ, സോ ഇവിടെ ഓർഡർ ബ്ലോക്ക് ചെയ്തായി, ഇതൊരു ഓർഡർ ബ്ലോക്കായി ഫസ്റ്റ്. അത് ഗ്രീനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഏത് ഓർഡർ ബ്ലോക്കാണ്? ഓർഡർ ബ്ലോക്ക് വീഡിയോ കാണണം, പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഈ റെഡ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓർഡർ ബ്ലോക്ക് മീൻസ് സപ്പോർട്ടായിട്ട് മാറും ഇത്. ഓർഡർ ബ്ലോക്ക് 15 മിനിറ്റ്സ് ചാർട്ടിൻ്റെ അത്ര പവർഫുൾ ഉണ്ടാവില്ല. വൺ ടൈം വന്നാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വന്ന പ്രൈസ് റിവേഴ്സ് ആവും. റിവേഴ്സ് ആവത്തില്ല, മനസ്സിലായോ? ഇവിടുന്ന് ബൗൺസ് കിട്ടും, മാക്സിമം ചാൻസസ് ഉണ്ട് ഇവിടുന്ന് ബൗൺസ് കിട്ടും. ബട്ട് ആ ബൗൺസ് എത്ര സസ്റ്റെയിൻ ചെയ്യുന്നത്, ഫ്രഷ് ബയർസ് വരെ കയറുമെന്ന് അറിയില്ല. ഓക്കെ, സോ നമ്മൾ എന്താ സപ്പോർട്ട് സോണായിട്ട് മാറിയാൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബൗൺസ് സ്കാൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. 1 അവർ ചാർട്ടിൽ സപ്പോസ് മറ്റേ ഇതാണ് ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ, ഇതുവരെ അത് ഇപ്പോൾ നിലവിലില്ലാതെ കിട്ടുവാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അത് അവിടെ നിന്ന് കുറച്ചുകൂടി ഹെൽത്തി ബൈയിങ് ജനറേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ഈ P9 പാറ്റേൺ ഇപ്പോൾ ഞാൻ വരച്ചിങ്ങനെ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഒരു പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തില്ല P9 പാറ്റേൺസ്. ഓക്കെ, സപ്പോർട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല വേറെ. P9 പാറ്റേൺ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഇനി നെക്സ്റ്റ് ഇത് ബ്രേക്കാണെങ്കിൽ 53,620 ആൻഡ് 53,370 ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വരുന്ന ലെവൽ ഇതായിരിക്കും 53,092. ഓക്കെ, ഇത് റീസൺ ഇവിടെ സപ്പോർട്ട് എടുത്തു, കണ്ട ടച്ച് ചെയ്തു, സപ്പോർട്ട് പ്രൈസ് പോവും. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ, കൺസോളിഡേഷൻ. ബട്ട് ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യണം. ഇതൊന്നും വരച്ച് വെച്ചേക്കണം കേട്ടോ. ഈ പ്രൈസ് ഈ ബോക്സ് ഇതിങ്ങനെ വരച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ നമുക്ക് നോക്കിയാൽ മതി. സപ്പോസ് മൺഡേ നേരെ ഗ്യാപ് ഡൗൺ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ പ്രൈസ് കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ ക്യാൻഡിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് ബൈങ് തന്നെ വരുള്ളൂ കേട്ടോ. നേരെ ഇത് സഡൻലി ബ്രേക്ക് ചെയ്തില്ല, കാരണം ഇത് റെസ്പെക്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യും. ചാൻസസ് ആണ് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യും. സപ്പോസ് ഇവിടെ ഗ്യാപ് ഡൗൺ ആയി പ്രൈസ് നേരെ താഴേക്ക് ഇവിടെ വന്നു. സോ ഇവിടുന്ന് ഒരു ബൗൺസ് വരും. ആ ബൗൺസ് എത്രത്തോളം സസ്റ്റെയിൻ ആവും നമ്മൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, SL എന്തായിരിക്കും ഇതിൻ്റെ ബിലോ 53,300, ഈ ബോക്സിൻ്റെ ബിലോ. ഓക്കെ, 53,300 ബിലോ
ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ അതിൻ്റെ, അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും ബൈങ് ജനറേറ്റ് ആവും. ആ ബൈങ് ഇവിടെ വരെ പോകാൻ ചാൻസസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അവിടുന്ന് റിജക്റ്റ് ചെയ്ത് താഴേക്ക് വീണ്ടും വരെങ്കിൽ ദാറ്റ് മീൻസ് അത് പിന്നെ ഫെയിലായി. കാരണം ഇവിടുന്ന് ഒരു പ്രാവശ്യം ഇവിടുന്ന് ബൈങ് ജനറേറ്റ് ആയല്ലോ, ഒരു പ്രാവശ്യം ബൈങ് ഇവിടുന്ന് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ സോ ഇവിടെ കിടക്കുന്ന ഓർഡർ നമ്മുടെ ഓർഡർ എടുത്തു കഴിഞ്ഞു. ഓക്കെ, സോ പിന്നെ ഈ ബോക്സ് കാലിയായി. അതാണ് ഓർഡർ ബ്ലോക്കിൻ്റെ ഉദ്ദേശം, മനസ്സിലായോ? സോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോസ്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.